കശ്മീർ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കശ്മീർ പോകാനായിട്ട് ഡെക്കാത്തലോണിന് 999 ഒരു പുതിയ ജാക്കറ്റൊക്കെ മേടിച്ചു. എന്താവും അറിയില്ല, പോവോ ഇല്ലയോ, ട്രെയിന് കിട്ടുമോ ഒന്നും അറിയില്ല. ഇവിടെ എല്ലാവരും നാട്ടിൽ പോവാണ്. ഞാനൊരു നമ്മുടെ ജാമിയ ബാച്ച്മേറ്റ്സിനൊപ്പം ട്രിപ്പ് പോവാണ്. അവിടെ പോയിട്ട് കാണാം എങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കശ്മീർ പോകുന്നത്, വിൻ്ററിലാണ്. അതും ബാക്കിയൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. സഡൻ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജനറലിൽ പോകേണ്ടി വന്നു. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷെ എന്നാലും അങ്ങനെ ഇങ്ങനെ സീറ്റ് കിട്ടി. ജമ്മു എത്താനായപ്പോ ഒരു കോമഡി ഉണ്ടായി. എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സ്ത്രീ ബാഗ് ഇതുമ്മേ തൂക്കിയിട്ടിട്ട് ട്രെയിന് നിന്നു. നല്ല പെനാൾട്ടി ഒക്കെ കിട്ടുന്ന പണിയാണ്. പോലീസൊക്കെ വന്ന് മൊത്തത്തിൽ സീനായിരുന്നു. ഏകദേശം 9 മണിക്കൂറാണ് ഈ ജനറൽ യാത്ര ഉണ്ടായിരുന്നത്. ഇരുന്ന് മതിയായി. ഇരുന്ന് തന്നെയാണ് ഉറങ്ങിയതും. നമ്മളങ്ങനെ ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ തിരിക്കുകയാണ്. സമയം ഏകദേശം 6 മണി കഴിഞ്ഞു. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റാണ് വീശണത്. ഇട്ടിരിക്കുന്ന ലെയറൊന്നും പോരാന്നാണ് തോന്നുന്നത്. ഞാൻ ഓൾറെഡി 2 ജാക്കറ്റ് ഉള്ളിൽ കുറേ ഡ്രസ്സൊന്നും പോരാ. ഇതാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. നമുക്കിനി എന്തെങ്കിലും ഫുഡോ ബാത്റൂമൊക്കെ പോയിട്ട് ഒന്ന് ഫ്രഷ് ആവാം. നമ്മളിപ്പോൾ ജമ്മു താവിയിലെത്തിയിട്ട് ATM പൈസ എടുത്തു. കാരണം റേഞ്ച് കിട്ടില്ലോ എന്ന് നമുക്കറിയില്ല. സിം എടുക്കാൻ പോകണമെങ്കിൽ അടുത്തതായിട്ട് കേട്ടോ സ്റ്റേഷൻ. അതാണ് ജമ്മു താവി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാം, ചായ കുടിക്കാം, ടോയ്ലറ്റിൽ പോവാം. നല്ല തണുപ്പുണ്ടായിരുന്നേ. തണുപ്പത്ത് നല്ല ചൂടുള്ള ചായ കുടിച്ചു. 10 രൂപയാട്ടോ ഒരു ചായക്ക് വന്നിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു പാലുണ്ട്. അവിടെ വന്നാൽ നമുക്ക് ഇങ്ങനെ സുലഭ് ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി വൃത്തിയുണ്ട് കേട്ടോ ബാത്റൂം. ഇവിടെ വന്നാൽ മതി. ഇവിടെ ലേഡീസ് ജെൻസിനൊക്കെ ഉണ്ട്. നമ്മളിവിടെ നിന്ന് 299 രൂപയുടെ എയർടെൽ പ്ലാൻ എടുക്കുകയാണ്. സിമ്മ് വേണമെങ്കിൽ ഇനി റീചാർജ് ചെയ്യാന്നുള്ള മൂഡാണ്. 50 രൂപയാണ് നമ്മൾ സിമ്മിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ 350 രൂപയാണ് ടോട്ടലായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ആധാറിന്റെ നമ്പർ പറഞ്ഞു കൊടുക്കുക. പിന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്. കുറച്ച് അങ്ങോട്ട് നടന്നാൽ നല്ല മലയാളി ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെയാണ് കയറുന്നത്. കേരള ഭോജനാലയ. ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ട്, കഴിക്കാം. നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട്. നമ്മള് ബസ്സിന് ഇവിടുന്ന് നമ്മൾ കയറാൻ നിൽക്കുന്ന ജമ്മു താവിയിൽ നിന്നും ബനിഹാൽ റെയിൽവേ സ്റ്റേഷൻ എത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമുക്ക് ബസ്സിലും പോവാം, ജീപ്പിലും പോവാം. നമുക്ക് വെറും 300 രൂപക്ക് ഒരു ജീപ്പ് കിട്ടാണ്. അങ്ങനെ നമ്മൾ ബനിഹാലിലോട്ട് വെറും 300 രൂപക്ക് പോകാൻ തീരുമാനിച്ചു. പൊതുവെ അങ്ങനെ കിട്ടലില്ല. പക്ഷേ ഈ മൂപ്പറിന്റെ വീട് ബനിഹാലാണ്. എന്തോ ഒരു അർജന്റ് ഉണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ടിന് സമ്മതിച്ചത്. പൊതുവെ ഒരു വ്യക്തിന്റെ അടുത്ത് നിന്ന് 700 ഒക്കെ മേടിക്കലുണ്ടെന്ന് കേട്ടത്. നമ്മളിവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് ബനിഹാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പൂച്ചക്കുട്ടി ഉറങ്ങുന്നുണ്ട്. ഇത് മൊത്തം കശ്മീരി പാട്ടുകളാണ്. ഒരു കശ്മീർ വൈബിലോട്ട് നമുക്ക് പോവാം. ജാഫർ ഭയ്യന്റെ ഒപ്പമാണ് നമ്മുടെ ഇന്നത്തെ റൈഡ്. ബനിഹാലിലാണ്. അവിടെ ഒന്നും മഞ്ഞില്ലാട്ടോ. നമ്മളിനി ശരിക്കും മഞ്ഞുള്ള സ്ഥലത്തേക്കാണ് പോണത്. കൊറേ മിലിറ്ററി വരെ മിലിറ്ററിക്കാരുണ്ട്. ഇതാണ് ബനിഹാൽ ടൗൺ. പള്ളിയൊക്കെ ഉണ്ടോ, ഇറച്ചി തൊട്ട് എല്ലാം ഉണ്ട്. പെഹൽഗാം 83 കിലോമീറ്റർ, ശ്രീനഗർ 89, 512. നമ്മളെ സേഫാക്കി
ഇവിടെ ബനിയാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച് ബയ്യക്കൊരു നന്ദി. മറന്നുപോയി പേരെന്തായിരുന്നു? ബയ്യന്നാ ജാഫർ, ശുക്രിയ. ഇന്ത്യൻ്റെ പൊടിയൊക്കെ പറക്കുന്നുണ്ട്. നമ്മൾ ബനിയാൽ റെയിൽവേ സ്റ്റേഷൻ എത്തി. ബയ്യ നമ്മളെ സേഫായി എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് 1:20 ട്രെയിനിലാണ് നമ്മൾ കയറാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ കുറേ ഫുഡ് കടകളൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പ് അത്രക്കില്ല, പക്ഷെ എന്നാലും സഹിക്കാം. ഫുഡൊക്കെ കഴിച്ച് മൊത്തം സെറ്റാണ്, ഫുൾ എനർജിയിലാണ്. നമുക്കിനി ട്രെയിൻ കയറാം. ചിരിക്കണ്ട കേട്ടോ, കളിയും ചിരിയല്ല, ഇത് വ്ളോഗാ. ബനിഹാലിലെത്തി. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ട്രെയിൻ അത് അവിടെ വന്നിട്ടുണ്ട്, ഓൾറെഡി വെയിറ്റ് ചെയ്യാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിൻ ടൈമിങ്സ് എന്ന് പറയുന്നത്. ഇവിടെ വരാൻ ഉദ്ദേശിച്ചവരൊക്കെ ഇത് നോട്ട് ചെയ്തോ, സ്ക്രീൻഷോട്ട് എടുത്തോ. ഫെയർ വരുന്നത്, നമ്മൾ പോകുന്നത് ബുദ്ഗാമിലോട്ടാണ്. നമ്മൾ പോകുന്നത് ബരാമുള്ള കേട്ടോ, ബുദ്ഗാം അല്ല കേട്ടോ. ഇതാണ് ഇതാട്ടോ ട്രെയിൻ ടിക്കറ്റ്. ട്രെയിന് ബനിഹാൽ ടു ബരാമുള്ള ടിക്കറ്റ്. നമ്മളിപ്പോൾ ഉച്ചക്ക് 1 മണിക്കാണ് ട്രെയിനിൽ കയറിയിട്ടുള്ളത്. അവിടെ എത്തുമ്പോൾ വൈകുന്നേരം 5 മണിയാവുന്ന പറയുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ യുനൊക്കെ കളിച്ച് നല്ല ഫണ്ണായി, നല്ലൊരു ജേണി ആയിരുന്നു കേട്ടോ. ട്രെയിനിൽ തിരക്കും ഉണ്ടായിരുന്നില്ല, നല്ലൊരു പീസ്ഫുൾ ജേണി തന്നെ ആയിരുന്നു. ട്രെയിനിന്റെ പുറത്തുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ലാൻഡ് ആയിരുന്നു, മഞ്ഞൊന്നും കാണാനില്ല. അപ്പം എനിക്കതിന് സങ്കടമായി. മഞ്ഞ് കാണാൻ കശ്മീർ വന്ന് മഞ്ഞെവിടെ എന്നുള്ള അവസ്ഥയിലായിരുന്നു. പിന്നെ കുറേ നേരം ഉറങ്ങി. പിന്നെ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി നമ്മൾ മാറിക്കയറണം. ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ട്രെയിൻ ഇപ്പോൾ കയറാൻ പോകുന്ന ഫുൾ വ്ളോഗ് കാണാൻ ശ്രമിക്കുക. കാരണം മഞ്ഞൊന്നും ഇല്ലാണ്ട് മഞ്ഞ് വരുന്ന ഒരു കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വ്ളോഗിൽ കാണാൻ പറ്റും. So we are here in Baramulla. സമയം 5:30 ബറാമുള്ളയിൽ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കാൻ പോകുന്നത്. പ്രതീക്ഷിച്ചത്ര ഒരു തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. 2 ജാക്കറ്റ് കിട്ടുന്നതുകൊണ്ടായിരിക്കാം. ബറാമുള്ള ഇവൻ്റെ ഡ്രസ്സൊക്കെ കാണാൻ പറ്റും. സൺസെറ്റിൻ്റെ ടൈമാണ്. ആർമി വാനൊക്കെ കാണാൻ പറ്റും. ഇതാണ് ബറാമുള്ള മാർക്കറ്റ്. ടെക്സ്റ്റൈൽ ഷോപ്പ് തൊട്ട് ചിക്കൻ ഷോപ്പ് തൊട്ട് എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ബറാമുള്ള മാർക്കറ്റ് ഇവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ചന്ദനവാടിയിലോട്ട് പോവാണ്. ബസ് കയറി നമ്മളൊരു നേറ്റീവ് കശ്മീരിന് വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ഇതാണ് കാശ്മീരി ഫാമിലി നമുക്കായി വിട്ട വണ്ടി. സീനാട്ടോ, ഒരു സീനാണ്. നമ്മൾ ഈ വണ്ടിയിൽ കയറിയിട്ടാണ് പോകാൻ പോണത്. ഇവിടുത്തെ ലോക്കൽ യാത്രയാണ് നമ്മള്. भैया आपका नाम भैया? इसका मेरा नाम? हाँ मेरा नाम यासिर है. यासिर भैया हाय. हाय हाय. ब्लॉगर है, यूट्यूब ब्लॉगर. എന്തെന്ന് അത് പിടിച്ചാൽ മതി. കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, വയനാട്. हमारा मम्मी yesterday they gave us food. कैसा लगा? अच्छा, बहुत बढ़िया. बहुत बढ़िया. ठंड कैसी है? बहुत. പുറത്തു പോയോക്കാ. ഇവിടെ നല്ല തണുപ്പുണ്ട്. നല്ല രസമല്ലേ ഇവൻ്റെ വീട്. ഹൗ മച്ച് ഡിഗ്രി സെൽഷ്യസ് ഇറ്റ് ഈസ്? It's 4 degrees Celsius. 4. -4 ആണ് ഇവിടെ. മൂക്കുന്നൊക്കെ വെള്ളം ഒലിക്കുന്നുണ്ട്. ചുണ്ടൊക്കെ മൂക്കൊക്കെ ഇതാക്കി. ഇവൻ്റെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഫെറാൻ. വലിയ ഒരു ഷോളും ഉണ്ട്. നമ്മളൊരു മോർണിംഗ് വാക്കിന് വേണ്ടി ഇറങ്ങാണ്. സെഹല ഒരു പൂർണ്ണ കശ്മീരിയായി മാറിയിരിക്കുന്നു. ലുക്ക് കൊണ്ട് മാത്രമല്ല, എല്ലാം കൊണ്ടും. മൊയ്മി ഏതാ മൂഡ്? എന്താ? നമ്മള് ഇവിടെ നിന്ന് വിട പറയുകയാണ്.